ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലെ 13 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണം തുടങ്ങുകയും സുവിശേഷ ഭാഗ്യങ്ങൾ ഓരോന്നായി പ്രസ്താവിക്കുകയും ചെയ്യുന്നതായി നാം വായിച്ചു കേട്ടുവല്ലോ. 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നാണ്. അനുദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ആഹാര പദാർത്ഥമാണ് ഉപ്പ്. അത് ആഹാരത്തിന് രുചി പകരുന്നു. മാത്രമല്ല ഭക്ഷണത്തിനും വിളനിലത്തിനും ഒക്കെ കേടുവരാതെ സൂക്ഷിക്കാനും വളത്തിനുമായി അക്കാലത്ത് മനുഷ്യർ ഉപ്പിനെ ഏറെ ആശ്രയിച്ചിരുന്നു. അങ്ങനെ തന്നെ വിശ്വാസികൾ ഉപ്പ് പോലെ ലോകത്തെ അഴുക്കിൽ നിന്നും സംരക്ഷിക്കുന്നു എന്ന് കർത്താവ് അർത്ഥമാക്കുന്നു. എന്നാൽ കർത്താവ് പറയുന്നത് ഉപ്പ് കാരമില്ലാതെ പോയാൽ ഒന്നിനും ഉപകരിക്കുന്നില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം ഒരുവൻ ദൈവകൃപ വിട്ട് വിശ്വാസം, ആത്മീയത, ജീവിതവിശുദ്ധി ഒക്കെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അവൻ ദൈവത്തെയും ദൈവജനത്തെയും ഒക്കെ സംബന്ധിച്ച് ഉപയോഗശൂന്യമായി കണക്കാക്കപ്പെടും എന്നാണ്. അങ്ങനെ ഒരുവൻ പരാജയപ്പെട്ടാൽ മറ്റുള്ളവർ ആ വ്യക്തിയുടെ സാക്ഷ്യത്തെ ചവിട്ടിക്കളയുകയും അവജ്ഞയോടെ മാത്രമേ പിന്നെ അവനെ മറ്റുള്ളവർ കാണുകയുള്ളൂ എന്നും കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാം. പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ നിന്റെ ഭോജനയാഗത്തിനൊക്കെയും ഉപ്പ് ചേർക്കണം. നിന്റെ ദൈവത്തിന്റെ നിയമത്തിൽ ഉപ്പ് ഭോജനയാഗത്തിന് ഇല്ലാതിരിക്കരുത്, എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം എന്ന് കർത്താവ് കൽപ്പിച്ചതായി നാം വായിക്കുന്നു. സകല ഭോജനയാഗത്തിനും ഉപ്പ് ചേർത്തിരിക്കണം എന്ന ഈ കൽപ്പന വാസ്തവത്തിൽ വരുവാനുള്ള ക്രിസ്തുവിന്റെ ജനമാകുന്ന പുതിയ നിയമ വിശ്വാസികൾ തങ്ങളുടെ ജീവിതമാകുന്ന യാഗത്തിൽ ഉടനീളം വിശുദ്ധി ആചരിക്കണം എന്നതിൻ്റെ നിഴലും പ്രവചനവും ഒക്കെ ആയിരുന്നു എന്ന് മനസ്സിലാക്കാം. 14 മുതൽ 16 വരെയുള്ള വാക്യത്തിൽ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നും മലമേലുള്ള പട്ടണം പോലെ വിളക്ക് എന്ന പോലെയും എല്ലാവർക്കും പ്രകാശിക്കുന്നു എന്നും കർത്താവ് അരുളി ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ യേശു തന്നെക്കുറിച്ച് തന്നെ ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു എന്ന് പറയുന്നു. ഈ 2 വാക്യങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ യേശുക്രിസ്തുവാണ് വെളിച്ചത്തിന്റെ ഉറവിടമെന്നും വിശ്വാസികളായ നാം ഓരോരുത്തരും യേശുവിന്റെ വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കുന്നവരാണെന്നും കാണുന്നു. യെശയ്യാപ്രവചനം 42-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ ജാതികൾക്ക് പ്രകാശം നൽകാനും കൂടെയാണ് ഇസ്രയേലിനെ വിളിച്ചത് എന്ന് നാം വായിക്കുന്നു. യെശയ്യാവ് 60-ാം അധ്യായം 1-ാം വാക്യത്തിൽ എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതൊക്കെ നിവൃത്തിയാവുന്നത് സഭയിലും ക്രിസ്തുയേശുവിലുമാണെന്ന് മനസ്സിലാക്കാം. വിശ്വാസികൾ ഇരുണ്ട ലോകത്ത് മാതൃകാപരമായ സാക്ഷ്യജീവിതം നയിച്ച് ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവമായ വെളിച്ചം കണ്ണാടി പോലെ പ്രതിബിംബിപ്പിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ആർക്കും മറഞ്ഞിരിക്കാതെ കാണുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു മലയുടെ മുകളിലുള്ള നഗരം പോലെയും തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെയും ആണ് അവരുടെ ഈ സാക്ഷ്യം. 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നീക്കുവാനല്ല, നിവർത്തിക്കുവാനാണ് താൻ. ഭൂമിയും ആകാശവും ഒഴിഞ്ഞു പോയാലും ന്യായപ്രമാണം മാറ്റമില്ലാത്തതായിരിക്കും എന്നും ഏറ്റവും ചെറുതായ ദൈവകൽപ്പനകളിൽ ഒന്നുപോലും ലംഘിക്കുന്നവനും മറ്റുള്ളവരെ അത് പഠിപ്പിക്കുന്നവനും ദോഷം നേരിടേണ്ടി വരുമെന്നും, എന്നാൽ അത് പാലിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവത്താൽ മഹത്വം ലഭിക്കും. സങ്കീർത്തനങ്ങൾ 119-ന്റെ 89-ാം വാക്യത്തിൽ യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. യേശുക്രിസ്തു മോശയുടെ ന്യായപ്രമാണത്തെ ഉയർത്തിപ്പിടിച്ച് പ്രവാചകന്മാരെയും ന്യായപ്രമാണത്തിന്റെയും വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരാതെ താൻ വന്നിരിക്കുന്നത് നിവർത്തിക്കുവാൻ ആണെന്ന് വ്യക്തമാക്കുന്നു.
ആവർത്തന പുസ്തകം 18-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ ഒരു പ്രവാചകനെ ഉയർപ്പിക്കും എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദാനമാണ് ക്രിസ്തുയേശുവിന്റെ വരവ് എന്ന് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ന്യായപ്രമാണം പാലിക്കാൻ കഴിയാത്ത ബലഹീനരായ മനുഷ്യർക്ക് പ്രതിപകരമായി സകല പ്രമാണങ്ങളും പാലിച്ച് ഒരു പാപവുമില്ലാതെ നിഷ്കളങ്കമായി ജീവിക്കുകയും പാപികളായ മനുഷ്യർ ന്യായപ്രമാണ ലംഘനത്തിന് നേരിടേണ്ടുന്ന ശാപവും ശിക്ഷയും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പ്രതിപകരമായി ഏറ്റുവാങ്ങിയ കർത്താവ് ന്യായപ്രമാണം നിവർത്തിച്ചു എന്നതാണ് അവനിൽ ആശ്രയം വെക്കുന്ന ക്രിസ്ത്യാനികളുടെ ഏക പ്രത്യാശ തന്നെ. 20-ാം വാക്യത്തിൽ നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. അതിന്റെ അർത്ഥം ശ്രദ്ധിക്കേണ്ടതാണ്. റോമാലേഖനം 10-ന്റെ 3-ാം വാക്യത്തിൽ യഹൂദന്മാർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ അന്വേഷിച്ചും കൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല എന്ന് നാം വായിക്കുന്നു. പ്രവൃത്തിയാലുള്ള നീതി തേടുന്നവരാണ് യഹൂദർ എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ നീതി പ്രവൃത്തികൾ എന്ന് യഹൂദർ കരുതിയത് കറ പുരണ്ട തുണി പോലെ ദൈവം തള്ളിക്കളയുന്നതായി യെശയ്യാപ്രവചനം 64:6 ദൈവം അരുളി ചെയ്യുന്നു. യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ക്രിസ്ത്യാനികൾ ന്യായപ്രമാണം അനുസരിക്കുന്നത് കൊണ്ട് ദൈവം മുമ്പാകെ നിൽക്കാനുള്ള സ്വന്തം നീതി നേടിയെടുക്കാമെന്ന് കരുതുന്നില്ല. മറിച്ച് ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ വിശ്വാസം നീതിയായി കണക്കിടും എന്ന് വിശ്വസിക്കുന്നവരാണ്. വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ദൈവനീതിയിലാണ് ദൈവത്തിങ്കിലേക്ക് പ്രവേശിക്കുവാനുള്ള ഏക പ്രത്യാശയെന്ന് മനസ്സിലാക്കുവാനാണ് നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരിസയന്മാരുടെയും നീതിയെ കവിയണമെന്ന് കർത്താവ് കൽപ്പിക്കുന്നത്. 21-22 വാക്യങ്ങളിൽ കൊല ചെയ്യരുത് എന്ന കൽപ്പനയെ യേശു ആഴത്തിൽ വിശദീകരിക്കുന്നതായി കാണാം. സഹോദരനോട് ക്രോധവും ദോഷവും കൊല ചെയ്യുന്നതിന് തുല്യമായി ന്യായവിധി നേരിടുന്ന കുറ്റമാണ് എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു എന്ന് 1 യോഹന്നാൻ 3:15 ദൈവം വെളിപ്പെടുത്തിയത് ഓർക്കുക. നിത്യജീവൻ പ്രാപിച്ച ഒരുവൻ ഒരിക്കലും കർത്താവിൽ സഹോദരനോട് ക്രോധവും ദേഷ്യവും കൊണ്ടു നടക്കുകയില്ല. അങ്ങനെ ചെയ്യുന്നവർ ന്യായവിധിയുടെ ശിക്ഷ നേരിടേണ്ടവരാണ് എന്ന് രക്ഷിക്കപ്പെട്ടവരല്ല എന്നും കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ.